Hello, welcome to Bakes and Curries. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബ്രെഡ് റോൾ ആണ്. ഈ സ്നാക്ക് നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ളതാണല്ലേ. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റിലുള്ള ഒരു ബ്രെഡ് റോൾ ആണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈമിൽ നമ്മൾ എത്ര ഉണ്ടാക്കുന്നു അതനുസരിച്ചിട്ടുള്ള അളവെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ബ്രെഡിലേക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പം ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ നമ്മളിത് വേവിച്ചെടുക്കാൻ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ, ഒരുപാട് അരഞ്ഞു പോകാതെ നോക്കണേ. ഇനി ഈ ചിക്കൻ ഉണ്ടല്ലോ, നമ്മളൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കൻ്റെ ഒരു കുഴച്ചിൽ മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ. കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ ഇപ്പം ഒട്ടും കുഴഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അരച്ച് വെച്ച ആ ചിക്കൻ ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോവുകയും ചെയ്യരുത്. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നോക്കാം. ഒരു മീഡിയം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒണിയനാണ്. അത് ഏകദേശം ഒരു 2 തണ്ടൊക്കെ മതിയാവും. ഇതിവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പഴയ എന്തെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഈ ഉള്ളി അതിലിറക്കി വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നിറച്ചുണ്ടായി വരും. ഞാൻ നേരത്തേക്ക് എപ്പോഴും ഇതുപോലെ മേടിക്കുമായിരുന്നു സ്പ്രിംഗ് ഒണിയൻ. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും, അത് അങ്ങനെ ഇരുന്ന് അവിടെ മറന്നു പോവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞിട്ടെടുത്ത് കളയും. ഇത് തന്നെ എപ്പോഴും സംഭവിക്കാറ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അപ്പോൾ ആവശ്യത്തിന് എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ബാക്കി അങ്ങനെ ഫ്രഷ് ആയിട്ട് നിന്നോളും ചെയ്യും, കേടായി പോകില്ലല്ലോ. മിക്കവാറും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും സ്പ്രിംഗ് ഒണിയനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം വേണം. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ വേണ്ടത് ഒരു 2 പീസ് വെളുത്തുള്ളി, 2 വലിയ പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ്. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ 3 ടൈപ്പ് സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത്. ആദ്യം നമ്മൾ വഴറ്റാൻ പോണത് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെയാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയം വഴറ്റി ബ്രൗൺ കളർ ആക്കുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം.
ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ് കേട്ടോ നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചില്ലി സോസാണ്. അത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പെരി പെരി സോസും കൂടി ചേർക്കുക. അതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. സോസുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം. ഒരുപാട് ചേർക്കല്ല കേട്ടോ, കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു മധുരമായിരിക്കും. നോക്കിയിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഈ സോസ് എല്ലാം കൂടെ ഉള്ളിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പറാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഈ ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി നമ്മുടെ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇന്നേ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ കിച്ചണിൽ. എൻ്റെ ചെറിയ മോനാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്നിരിക്കാറുണ്ട് അരിയാനും മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ. ഇനി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിനുമായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി. പിന്നെ മേടിക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ബ്രെഡ് നോക്കി മേടിക്കുക കേട്ടോ നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഉണ്ടല്ലോ ബ്രെഡിലേക്ക് കുറേശ്ശെ തളിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെറ്റാക്കി എടുക്കണം. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിച്ചേക്കല്ല കേട്ടോ, ബ്രെഡ് ആകെ കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുള്ളേ. പിന്നെ ഇതിൻ്റെ 2 സൈഡ്സിലും അതുപോലെ തന്നെ എഡ്ജസിലൊക്കെ വെള്ളം ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് പരത്തുമ്പോഴത്തേനും തന്നെ അത് നന്നായിട്ടൊന്ന് ഫ്ലാറ്റായിട്ട് വരും. അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ കൈ വെച്ചിട്ട് 2 കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. എല്ലാ സൈഡും ഒരുപോലെ തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേനും കുറച്ചൊന്ന് പരന്ന് വരും. അങ്ങനെ ചെയ്താലും മതി. ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കണം. ഇനി ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് 2 സൈഡിലും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും സൈഡിൽ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കണേ. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് അതിലെ മസാലകളെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട്ലേറ്റിനൊക്കെ ചെയ്യണ പോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുട്ടയുടെ വെള്ളയും അതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് റോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, കാരണം ഒത്തിരി ചൂട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചൂടൊരു മീഡിയം ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡ് റോളൊക്കെ ഇപ്പോൾ നല്ല മുരിഞ്ഞ് 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം.
അപ്പോൾ നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഈ ബ്രെഡ് റോളിൻ്റെ കൂടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.